ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ റൂം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫുൾ പ്ലെയിൻ ആയിരുന്നു. പിന്നെ ഞാൻ അതുമ്മേ കുറച്ച് ഡെക്കോർ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കുന്നതായിരിക്കും. അത് ഞാൻ മേക്ക് ഓവർ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓൾറെഡി മുന്നേ ചെയ്തതായിരുന്നു. നേരത്തെ കണ്ടത് എൻ്റെ സ്റ്റഡി ടേബിൾ ആട്ടോ. അപ്പോൾ അതുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മാറ്റണം. അപ്പോൾ ഞാൻ ഓരോ ബോക്സിലും എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറേയൊക്കെ ആവശ്യമുള്ളതാണ്, കുറേയൊക്കെ ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ മാറ്റി പുതിയ ഓർഗനൈസറൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 2 ബോക്സായിരുന്നു എൻ്റെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇതിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിരുന്നില്ല. വെക്കേഷനായ കാരണമാണ് ഇങ്ങനെ ആയത്. വെക്കേഷൻ ആയതിനു ശേഷം ഞാൻ എൻ്റെ പഠിച്ചിരുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് ആകെ മിസ്സായി എടുക്കുമായിരുന്നു. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതെൻ്റെ റൂമിലും കൂടെ ഒന്ന് ഹാങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അടിയിലത്തെ സാധനം ടേബിളിൽ നിന്നുള്ള പകുതി സാധനങ്ങൾ ഞാനിങ്ങനെ അടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോന്നായിട്ട്. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ട് അതുമേ. അപ്പോൾ അതവിടെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കുറേ ബുക്കും കഴിഞ്ഞ വർഷത്തെ കുറേ ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുകയാണ്. ഇതിപ്പോൾ മാത്സിൻ്റെ ഫോർമുലയൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ എടുത്തു വെച്ചു. അതല്ലാണ്ടുള്ള ആവശ്യമില്ലാത്ത കുറേ അൽക്കുലത്തെ സാധനങ്ങളുണ്ടായിരുന്നു അതുമേ. അതൊക്കെ ഞാൻ അങ്ങനെ മാറ്റാം കേട്ടോ. കുറേ ബുക്കുകളുണ്ട് അതുമേ. എന്തായാലും ഈ ഒരു പരിപാടി എനിക്ക് സ്കൂൾ തുറക്കാറായപ്പോഴാട്ടോ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെയാവും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഹോൾ ടിക്കറ്റ് ആട്ടോ. അതൊക്കെ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കായിരുന്നു. 10th എൻ്റെ ഹോൾ ടിക്കറ്റ് കാണാണ്ടായിട്ടൊക്കെ ആകെ ഇതായിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ വെക്കേഷന് ഫെസിയിൽ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആയിരുന്നു ആ കവറിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങളായ കാരണം അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. അതല്ലാത്തതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഓരോ കവറിൽ എൻ്റെ റൂമിൽ തന്നെ പുറത്ത് കൊണ്ടുപോയി ഇടാൻ മടിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കിതേ ഒരു മാലവെൾവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ കർട്ടൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കാമെന്ന്. കൊറിയൻ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ അത് ഇങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, ഫെയറി ലൈറ്റ്സ് പോലത്തെയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ ഞാൻ ഇപ്രാവശ്യത്തെ ബുക്സൊക്കെ ഞാനൊരു ചേച്ചിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ മാറ്റി ഓരോ ഷെൽഫിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലത്തേൽ ടെക്സ്റ്റ് ബുക്കും അടിയിലത്തേൽ നോട്ട് ബുക്കും ഏറ്റവും മുകളിൽ റെക്കോർഡ് ബുക്കും വെച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ആകെ ടേബിൾ ഒരുവിധം വൃത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. മുകളിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി സാധനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വരാനുണ്ട്. എനിക്കെൻ്റെ ടേബിളിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ സാധനങ്ങൾ ഇരിക്കണത് കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യെത്താ ദൂരത്ത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള ഓർഗനൈസർ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. കലണ്ടർ, ഡസ്റ്റ്ബിൻ, ഇതൊക്കെ നമുക്ക് എന്തായാലും വേണ്ടതാണ്. എണീറ്റ് പോകാൻ മടിയാണ് നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാനവിടെ വെച്ചു. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും കുഴപ്പമില്ലാത്ത കാരണം ചൂടില്ലല്ലോ. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് ക്ഷീണമില്ലാണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ വിരിച്ചത്. അപ്പോൾ എനിക്ക് ഈ 4 സൈഡും വിരിക്കേണ്ടതായ കാരണം ഒരു സൈഡ് വിരിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് ഇങ്ങനെ പോവും. പിന്നെ വീണ്ടും അങ്ങനെ തന്നെ വന്ന് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് വിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ കൂടെ പിടിക്കേണ്ട കാരണം പിന്നെ ഞാൻ പെട്ടെന്ന് ആ ഒരു ഇതിൽ അങ്ങ് ചെയ്തെടുത്തു. പിന്നെ ബെഡിൻ്റെ ഒരു സൈഡ് ഞാൻ അങ്ങനെ വീഴ്ത്തിയാട്ടോ അടിയിലേക്ക്. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ബാക്കിയുള്ള 2 പില്ലോവും കൂടെ അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ വെക്കേഷന് ഞാൻ +1 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബുക്കിൻ്റെ ബാക്കി പേജുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ടു ഡു ലിസ്റ്റിനോ അല്ലെങ്കിൽ ഡയറിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ റഫ് പേപ്പർ പോലെ ഉണ്ടാക്കാനായിട്ടുള്ള ബുക്സിൽ പേജൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ +1 എഴുതിയ ബുക്കുകളൊക്കെ തുറന്നു നോക്കിയപ്പോഴാട്ടോ അതെൻ്റെ മലയാളം ബുക്കാണ്. അങ്ങനെ കുറേ ബുക്കുകൾ ഇങ്ങനെ കിട്ടി. ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വരയ്ക്കാറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ആ ഓർമ്മയിലോട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മാർക്ക് ഷീറ്റൊക്കെ കിട്ടിയത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ അങ്ങനെ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഒന്നും ഞാൻ എടുത്ത് വെക്കാറില്ല. അപ്പം എന്നെ കത്തിച്ച് കളയാറാണ് പതിവ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയോ ഇതിൽ വന്ന് പെട്ടതാട്ടോ. അങ്ങനെ തിരഞ്ഞു വന്നപ്പോൾ എനിക്ക് അധികം ബുക്കൊന്നും കിട്ടിയില്ല. ഒരു 5-6 ബുക്ക് കിട്ടിയുള്ളൂ. എൻ്റെ പേജൊക്കെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ പേജ് വെച്ചിട്ട് ഞാൻ ഒരു ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറി പോലത്തെ ഒരു സെറ്റപ്പും പിന്നെ അതുപോലെ മെമ്മോ പാഡും ഉണ്ടാക്കിയെടുത്തു. ഇത്രയും ഞാൻ ചെയ്തു വന്നപ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡ് പോയി. ഞാൻ കവർ പേജ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കവർ പേജൊക്കെ ഒരു കൊറിയൻ കവായി തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്തില്ല. മഴ പെയ്തപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ടോ. പിന്നെ ബാക്കി ഇതിൻ്റെ കവർ പേജ് മേക്കിങ്ങും അതുപോലെ സ്കൂൾ സപ്ലൈസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.